ഇന്നിൻ്റെ തലമുറയ്ക്ക് സഹനത്തിൻ്റെ തീച്ചുള്ളയിൽ ദൈവം തന്നു ദൈവം എടുത്തു എന്ന മഹാസത്യം ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞ വിശുദ്ധ ബൈബിളിലെ ഉജ്ജ്വല കഥാപാത്രം നീതിമാനായ ജോ 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 ഞാൻ അലിയഫാസ് ആദോം ദേശത്തിന്റെ പ്രഥമ ശ്രേഷ്ഠ ന്യായാധിപൻ. ആദോം ദേശത്തിന്റെ വളർച്ചയ്ക്കും ക്ഷേമത്തിനും വേണ്ടി 12 വാല്യങ്ങളുള്ള നിയമസംഹിത എഴുതി തയ്യാറാക്കിയവൻ. അലിയഫാസ് പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നിയമങ്ങൾ നിർമ്മിക്കുവാനും നടപ്പിലാക്കുന്നത്. ന്യായാധിപ സംഘം കൂടി ആലോചിച്ചു വേണം ഏതു കാര്യത്തിലും തീരുമാനമെടുക്കും. പ്രഭുക്കന്മാരും ന്യായാധിപന്മാരും പുരോഹിതന്മാരും ഭരണസമിതി അർത്ഥമുണ്ടായി കൂടുതൽ തരത്തിലുള്ള തീരുമാനം നടപ്പിലാക്കും. സകല ദേശങ്ങൾക്കും ഒരു മാതൃകയാണ്. അന്യദേശത്ത് മുന്തിരിച്ചാലും രോമകുപ്പായക്കും ആശ്രയിക്കുന്നത് നമ്മുടെ ദേശത്തെയാണ്. കൃഷിയിലും കാര്യം വളർത്തലിലും നമ്മൾ തന്നെയാണ്. സ്വർണം വിളയുന്ന മണ്ണും ശാന്തസുന്ദരമായ കാലാവസ്ഥയും സേവൂസ് നമുക്ക് കരുതി നൽകിയ അനുഗ്രഹമാണ്. ഇടക്കത്തിലുള്ള സേവൂസ് ചെയ്യാൻ മഴയും മഞ്ഞും വെയിലും ചെയ്യുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളെങ്ങനെ. ഈ അലിയഫാസിന്റെ ശക്തിയായ സേവൂസിന്റെ ക്ഷേത്രം എത്രയും വേഗം പുനർനവീകരിക്കണം. അതിന്റെ പൂജകളും കുരുതി ഉത്സവവും കൊണ്ടാടണം. ആചാരമുറപോലെ പറക്കുമ്പോഴുള്ള ഓരോ ഭവനങ്ങളും സേവൂസിന്റെ കുടിയിക്കണം. അതാണല്ലോ മറാഠിയുടെ അഭിപ്രായത്തോട് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എല്ലാവരും ഈ തീരുമാനത്തെ അംഗീകരിക്കുമെങ്കിൽ ഇന്നു മുതൽ ആദോം ദേശത്തിന് പുതിയ നിയമം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ദാസനായ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് ശിരസ്സ് വഹിക്കും. ദൈവത്തിൻ്റെ കരുണ എൻ്റെ ആളുകൾ ആടുകളായി നിലം എണ്ണം തികഞ്ഞ ഈ 7,000 ആടുകളെ കാണും. ഏറ്റവും ദൈവത്തിൻ്റെ കരുണയോട് നന്ദി പറയുന്നു. നമ്മുടെ ആദോം ദേശത്തിന്റെ സമൃദ്ധിയാണ്. അവരുടെ ആളുകളെ താഴ്വാരങ്ങളിൽ കൂടി നയിക്കുന്നു. ഞങ്ങളുടെ വഴിയാണ്.
സർവശക്തനായ ദൈവം അങ്ങയുടെ പരിഭാഗം ഈ ദാസനായ ജോബ് വിശ്വസ്തയോടെ നന്ദി പറയുന്നു. അങ്ങയുടെ അമ്പലങ്ങളെ കൊണ്ട് വ്യാപാരത്തിൽ പോകുമ്പോൾ ഞങ്ങൾ യാത്രയുടെ ക്ഷീണം അറിയുന്നില്ല. അങ്ങയുടെ ദൈവം യാത്രയിൽ ഞങ്ങളെ സംരക്ഷിക്കുന്നു. എത്ര ഭാരമേറിയ ഗർഭം മുഖത്തിൽ വെച്ചാലും തളരാത്ത 1000 തളം, ചക്ക വലിച്ചാലും ഭാരം ചുമന്നാൽ ക്ഷീണിക്കാത്ത 500 കഴുത. ദൈവത്തിന്റെ ഇത്ര വലിയ ദാനത്തെ ഓർത്ത് ഈ ജോബ് പ്രത്യാശയോടെ നന്ദി പറയുന്നു. നട്ടുച്ച നേരത്ത് എത്ര ഉറച്ച മണ്ണായാൽ അമ്മയുടെ താളകൾ കൊടുക്കുമ്പോൾ ജോലി പറഞ്ഞാൽ അറിയുന്നില്ല. ദൈവമേ, ഈ ജോബിനുള്ളതല്ല അങ്ങ് കനിഞ്ഞു നൽകിയ അങ്ങയുടെ അനുഗ്രഹം മാത്രം. ജോബിന്റെ വിശ്വസ്തത ജോനാഥ് 100 മേൽ ഉയർന്നിരിക്കും ഗോതമ്പ് മഴയിൽ തേനോടും സ്വാദവും മുന്തിരിക്കുന്നു. ഇതെല്ലാം കർത്താവിന്റെ അനുഗ്രഹമല്ലാതെ മറ്റെന്താ? സന്തോഷത്തിലും ദുഃഖത്തിലും താങ്ങും പകലും എന്നും നിന്റെ സഹോദരന്മാരുമായി സമ്പന്നനും നീതിമാനും അതിനേക്കാളുപരി ആത്മീയതയും ഭക്തനുമായ അങ്ങയെ എന്റെ ജീവിത പങ്കാളിയെ ലഭിച്ച് ഞാൻ അഭിമാനിക്കുന്നു. വിശ്വസ്തരായ ഭക്തന്മാർ, സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന സഹോദരൻ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഭാര്യയും മക്കൾ, എന്റെ ദൈവമേ, ഇത്രയേറെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. ഈ ജീവിതം മതിയാവാതെ നിനക്കൊരു മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്നു. കിഴക്ക് ദിക്കിലെ സേവൂസിന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാനുള്ള മറുപ്പ് വീണത് നിന്റെ ഭവനത്തിലാണ്. സേവൂസിന്റെ വിഗ്രഹം പ്രതിഷ്ഠ മനുഷ്യ അതിന്റെ കാരണത്തിന് ഇപ്പോൾ ഇവിടെ എത്തും. സേവൂസിന്റെ മുഖം പ്രസംഗിച്ചിരിക്കുന്നു. അതോ ദേശത്തിന് വസന്തകാലമായിരിക്കും. 30 ദിനരാത്രങ്ങൾ നീളുന്ന പൂജകൾ ദിവസം സേവൂസിന്റെ പ്രവാചകൻ അനുഷ്ഠാനർപ്പിക്കുന്ന കുരുതി അതോ ദേശത്തിന്റെ എല്ലാ സാധനങ്ങളും നീക്കി ഐശ്വര്യത്തിന് പാത്രമാക്കും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സത്യദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ദൈവം മോശ വഴി നമുക്ക് നൽകിയ കൽപ്പന നിങ്ങൾ മറന്നു. എന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. സേവൂസിന്റെ ശാപം ഇരന്നു വാങ്ങാതെ പരസ്യമായി ഉറപ്പ് പറയും. നിന്റെ സ്നേഹിതനായ പിതാവ് നിന്നോടുള്ള സ്നേഹത്തെ പ്രതി പറയുന്നു. ഈ സേവൂസിന്റെ ശാപത്തിന് പാത്രമാകരുത്. നിന്റെ ഭവനത്തിൽ സേവൂസ് കുടികൊള്ളുന്നു പറയുന്നത് നിനക്ക് അഭിമാനമാണല്ലോ. ജീവനുള്ള ദൈവത്തെ മറന്ന് ജീവനില്ലാത്ത സേവത്തിനെ നാം എന്തിനും ആരാധിക്കണം. സേവൂസാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. സേവൂസിലാണ് സർവശക്തി അടങ്ങിയിരിക്കുന്നത്. നീ സംസാരിച്ചാൽ സേവൂസിന്റെ ശക്തി കൂടി
വിണ്ണിന്റെയും മണ്ണിന്റെയും നാഥായ ദൈവം മഹത്വപ്പെടട്ടെ എന്നും നിന്റെ നാമം. വിണ്ണിന്റെയും മണ്ണിന്റെയും നാഥായ ദൈവം മഹത്വപ്പെടട്ടെ എന്നും നിന്റെ നാമം. ശത്രുവെ തോൽപ്പിക്കും ഉന്നത നാമം. ആനന്ദം നിസ്തുതി കീർത്തനങ്ങൾ. ഭയമില്ല എനിക്കെന്റെ പരിചയം നിലകൊള്ളും. സത്യമാം ദൈവമേ ആശ്രയം നീ. സത്യമാം ദൈവമേ ആശ്രയം നീ. സർവശക്തനായ ദൈവമേ, സേവൂസിന്റെ തലയെ തകർക്കാൻ ഈ എളിയ ദാസന് ശക്തി നൽകിയാണ്. ദൈവമേ, ഭൂമിയിൽ തന്നെ ദാസനായ ജോബ് എത്രമാത്രം ഭക്തിയോടെയാണ് ജീവിക്കുന്നത്. അവൻ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കുന്നു. ശരിയാണ്. എന്റെ മകനെ ഞാൻ അഭിമാനത്തോടെ അന്ധവിശ്വാസത്തിൽ തീവ്രം ബാധിച്ചു ദേശത്തിൽ ജോബിന്റെ ജീവിതം ഒരു മാതൃകയാണ്. സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയ വിഷസർപ്പമേ, നീ എന്തിന് ഇവിടെ വന്നു? ഞാൻ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അങ്ങയുടെ സകല സത്യജാലങ്ങളെ കണ്ടിട്ടുവരികയാണ്. അങ്ങയുടെ മക്കൾ സൃഷ്ടാവിനെ മറന്നു സൃഷ്ടിയെ ആരാധിക്കുന്നു. നീ ഭൂമി എന്റെ മകൻ ജോബിനെ ശ്രദ്ധിച്ചു. അന്നവൻ ധാരാളം സമ്പത്ത് അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവനെ മനുഷ്യമാണ്. അവർ തീർച്ചയായും അങ്ങനെ തള്ളിമാണ്. നീ പരീക്ഷിച്ചു. പക്ഷേ എന്റെ മകന്റെ ദേഹത്തിന് ഒരു പോറൽ പോലും ഏൽക്കരുത്. സമ്മതിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ തന്നെ നിന്റെ ചോറിന്റെ അടുത്തേക്ക് പോകുന്നു. ജോബിന്റെ സർവ്വസമ്പത്ത് അവന്റെ കുടുംബം ഞാൻ നശിപ്പിക്കും. അപ്പോൾ അവൻ തീർച്ചയായും ദൈവത്തെ തള്ളിപ്പറയും. ഞാൻ എത്തിക്കഴിഞ്ഞു. പണ്ടുകൊണ്ട് എന്റെ മനുഷ്യനാണ് ദൈവത്തിന്റെ രാമന്റെ ലോകത്ത് വിളിക്കപ്പെട്ട കൈവശിച്ച നിന്റെ ആദ്യ മാതാപിതാക്കൾക്ക് ഒരു ദിവസമാണ് നിന്റെ പൂർവ്വ സഹോദരൻ കാലിൽ വെച്ച വിഷം അവനെ സഹോദര കത്തിയിൽ കൊണ്ടെത്തിച്ചു. പ്രകൃതി ശക്തികൾ നിനക്കെതിരെ നമ്മുടെ മകനെല്ലാം ഇടിമിന്നലേക്ക് ചത്തു
അങ്ങനെയൊന്നും പറയും മാത്രം അവശേഷിച്ചു. ഇത് സേവൂസിന്റെ കോപമായിരിക്കും. മഴയെയും ഇടിമിന്നലെയും നിയന്ത്രിക്കുന്ന സേവൂസ് നമുക്ക് ബലിയർപ്പിച്ചാലോ? മോശത്തിൽ പറയാം. എണ്ണമറ്റ 7000 ആളുകളേക്കാൾ അധികമായി ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നു. ദൈവം തന്നെ ദൈവം എഴുതും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. പരീക്ഷണങ്ങളിൽ ദൈവം കാത്തുകൊണ്ടു. ആ പരീക്ഷണങ്ങൾക്കൊടുവിൽ നീ നിന്റെ ദൈവത്തെ തീർച്ചയായും കണ്ടുകൊള്ളണം. ആരാ നിങ്ങൾ? ആരാ? നിങ്ങൾക്ക് ജോബിന്റെ വീട്ടിൽ എന്താണ് കാര്യം? ഇനിയും ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ സർവ്വ സമ്പാദ്യവും കൊള്ളയടിച്ച് ഞങ്ങളുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. ഇല്ല, ഇവയൊന്നും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ നിന്റെ സമ്മതം ആർക്ക് വേണം? ഞങ്ങളെ എതിർത്താൽ നീ ദുഃഖിക്കേണ്ടി വരും. അത് കൊണ്ടുപോകരുത്. കൊണ്ടുപോകരുത്. പോകരുത്. കൊണ്ടുപോകരുത്. കൊണ്ടുപോകരുത്. പോകരുത്. അരുത്. കൊണ്ടുപോകരുത്. കൊണ്ടുപോകരുത്. ജോ, എന്താ എന്ത് പറ്റി? നമ്മുടെ സമ്പാദ്യമല്ല കൊള്ളയടിച്ചു. ജോ, ഇത് വല്ലാത്ത പരീക്ഷണമാണ്. നമുക്ക് സേവൂസിന്റെ വിഗ്രഹം പുനഃസ്ഥാപിക്കാം. കർത്താവിന്റെ നന്മകൾ ആവോളം നാം സ്വീകരിച്ചില്ലേ? ഈ സഹനങ്ങൾ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. ദൈവമേ, നീ തന്നു, നീ എടുത്തു. നിന്റെ നാമം മഹത്വപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. യജമാനനെ ആഹാരത്തോളം പ്രതികരിക്കുന്ന കൂറ്റൻ മഴക്കാർ അങ്ങ് കാണുന്നില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ വിളവെടുപ്പ് കാലത്ത് മഴ പെയ്താൽ നമ്മുടെ കൃഷി മുഴുവൻ നശിക്കും. ഉടനടി വൃത്യന്മാരെ നാം വിളിച്ചു കൃഷിഭൂമിയിലേക്ക് മഴവെള്ളം ഒഴുകിവരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ ബണ്ടുകൾ കിട്ടണം. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഈ മഴയെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഈ പരീക്ഷ നീ അതിജീവിക്കാൻ പോകുന്നു. നീ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടത് നീ വിളിച്ചു പറയും. ഒടുവിൽ നീ നിന്റെ ദൈവത്തെ തള്ളിപ്പറയുമോ? ഞാനെന്താണ് നീ കാണുന്നു? എന്റെ മക്കളെ ഒന്ന് എഴുന്നേൽക്കൂ. ദൈവമേ, നീ ജോബിന് കൈവിട്ടത്. മോനെ, മോനെ,
നഗ്നനായി തന്നെ ഇടപാടും. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന്റെ നാമം വളർത്തപ്പെടട്ടെ. ദൈവത്തിന്റെ നാമം വളർത്തപ്പെടട്ടെ. കണ്ടില്ലേ ഈ കാഴ്ചകൾ കണ്ടില്ലേ? സേവൂസ് തോപ്പിനെ ദൂരെയാക്കുന്നത് ഞാൻ പ്രവചിച്ചിരുന്നു. ജോ, ഇപ്പോൾ നീ എന്ത് പറയുന്നു? നിന്റെ കഷ്ടതകളിൽ നിന്റെ ദൈവം എവിടെ? തെറ്റ് മനസ്സിലാക്കി തിരിഞ്ഞുവാ. നിനക്ക് ഇനിയും അവസരമുണ്ട്. നീ സേവൂസിനെ ആരാധിക്കും. നിനക്ക് നഷ്ടപ്പെട്ടത് തിരികെ തരാൻ സേവൂസിന് മാത്രമേ കഴിയൂ. ഞാനെന്തിന് സേവൂസിനെ വിളിക്കണം? എന്റെ ദൈവം എനിക്ക് നൽകിയ സമ്പത്ത് ദൈവം തന്നെ തിരികെ. അതിന് ഞാനെന്റെ ദൈവത്തെ തള്ളി പറയണം. ഇത്രയെല്ലാം സംഭവിച്ചതോ ഇവന്റെ ധിക്കാരം കണ്ടില്ലേ? ഇവനെ ആദോർ ദേശത്ത് നിന്ന് നാടുകടന്നു. അലിയഫാസ് പ്രധാന ന്യായാധിപ സ്ഥാനത്തിരിക്കുന്ന ന്യായാധിപ സംഘത്തിന്റെ വിചാരണയ്ക്കായി നീ ശരിക്കും ഒരുങ്ങിക്കോ. ജോബിനെതിരെ വീണ്ടും പ്രവചിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഇനിയും അനർത്ഥങ്ങൾ സംഭവിക്കും. സേവൂസ് നിന്നെ ചാരമാക്കും. ദൈവത്തിൽ നിന്റെ വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ദൈവസ്നേഹമാകുന്നു പർവ്വതങ്ങളിലുള്ള മുറിയിൽ പുഴുവിനെ പോലെ വലിച്ചെറിയും. നിന്റെ ശരീരത്തിൽ പ്രവേശിക്കും. നിന്റെ ദൈവം എനിക്ക് അനുവാദം തന്നിരിക്കുന്നു. ഘോര പരീക്ഷണത്തിനൊടുവിൽ തീർത്തുമാറുന്ന ശരീരത്തോടെ നീ നിന്റെ ദൈവത്തെ തള്ളിപ്പറയും. പേടിക്കണ്ട, ഇതാ ഞാൻ നിന്നെ താരാട്ടുപാടിയുമാക്കാം. ജോ, ഇത് നീ തന്നെയാണോ? ഈ കാഴ്ചകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. രോഗം ബാധിച്ചവർക്ക് സമൂഹത്തിൽ വിലക്കാണ്. നമ്മളിനി എങ്ങനെ ജീവിക്കും? ജോ, ജോ, ഇനിയും നീ ദൈവവാക്കിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം ദൈവത്തെ പഴിച്ച് മരിക്കാം. നിന്റെ ജോബിൽ തള്ളി പറയുകയാണ്. അല്ല, അല്ല, എനിക്കിതൊന്നും കാണുവാനുള്ള ശക്തിയില്ല. ജോ, അടുത്ത് വരുന്ന ഇത് നിങ്ങൾക്കും പകരും. ഇത്
ദൈവകോപം നിന്റെ മേൽ ആരടിക്കുന്നത്? നിന്റെ ദുരന്തങ്ങൾക്ക് കാരണം നീ തന്നെയാണ്. നിങ്ങളെല്ലാവരും എന്ന് തള്ളി പറഞ്ഞ എനിക്ക് എന്റെ ദൈവത്തെ മാത്രം മതി. എങ്കിൽ നീ ഇതെല്ലാം ഒറ്റയ്ക്ക് അനുഭവിച്ചു. ദൈവം ദൈവമെടുക്കും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടു. എന്റെ ദൈവമേ, എന്റെ 3 സ്നേഹിതന്മാരോട് കരുണ തോന്നണം. അവർക്ക് വേണ്ടി ഈ ജോബ് മാപ്പപേക്ഷിക്കുന്നു. ദൈവമേ എന്നെ സഹായിച്ചു. ഞാൻ നിന്റെ ദൈവം. എന്റെ ദൈവം, ഈ യോബിന്റെ ദൈവം, ഈ യോബിന്റെ ദൈവം, എന്റെ ദൈവം. എല്ലാ സഹനങ്ങൾക്കും നടുവിൽ നിന്നുകൊണ്ട് നീ ദൈവത്തെ സ്തുതിച്ചു. ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. നീതിമാനത്തിൽ ക്ലേശങ്ങൾ സഹിതം എന്ന സങ്കീർണമായ ചോദ്യത്തിന്റെ ഉത്തരമാണ് നിന്റെ ജീവിതം. ഭൗതിക യാഥാർത്ഥ്യങ്ങളേക്കാൾ ശക്തമായ ഒരു ആത്മീയ ബലം എന്നിൽ കണ്ടെത്തി എന്റെ പ്രിയപ്പെട്ട ജോബ്. നിന്റെ വിശ്വാസത്തിന്റെ പ്രതിഫലമാണ് നീ എന്നേക്കും അനുഗ്രഹിക്കപ്പെടും. കേരള സ്റ്റേറ്റ് വൈദ്യുതിയുടെ ഈ വർഷത്തെ തീം കാലങ്ങളെ സൂക്ഷിക്കുക എന്നതാണ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ പലവിധമാകുന്ന പരീക്ഷണങ്ങൾ നേരിട്ടപ്പോൾ ഇയ്യോബ് ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ടാണ് ദൈവം നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി നൽകി. അതുപോലെ ഇന്നത്തെ തലമുറ ലോകമോഹങ്ങളിൽപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും ജീവിതത്തിൽ പലവിധമാകുന്ന പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇയ്യോബിനെ പോലെ വിശ്വാസം തള്ളിക്കളയാതെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നമ്മളെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. ഇതുപോലെ ഈ വേദി ഇങ്ങനെയൊരു അവസരം നൽകി കേരള സ്റ്റേറ്റ് വൈദ്യുതി ഭാരവാഹികൾക്ക് കൊല്ലം സെൻട്രലിന്റെയും കൊല്ലം ടൗൺ ചർച്ച് ഓഫ് ഗോഡ് വൈദ്യുതി മെമ്പേഴ്സിന്റെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.